ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മുഖത്തും വിടരും ഒരു കണ്ടു. ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ഒരുപാട് റെസ്യൂമേസ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചൊഴിച്ച് ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്യല്ലാതെ എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കാൻഡിഡേറ്റ് എൻ്റെ മുമ്പിൽ വരെയുണ്ടായി. സൗന്ദര്യത്തിനും നിറത്തിനും അങ്ങനെ പലതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെ ആ കുട്ടിയും എനിക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വന്നു. സർ, എനിക്ക് ജോലി കിട്ടുമോ സാർ? വിസ്മയ, 2 പേരും കൂടി കാൻഡിഡേറ്റ്സായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 6:30 തന്നെ നമ്മൾ ഫൈനൽ കോൾ തരുന്നതായിരിക്കും. ഓക്കെ? ഓക്കെ. ഒരുപാട് പ്രതീക്ഷയോടെ പുറത്തോട്ട് പോവുകയാണ്. പക്ഷെ CCTVയിൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു മിനിറ്റ് ആര്യ. വിസ്മയ, ഇത് വിസ്മയുടെ ബ്രദറാണ്, രഞ്ജിത്ത്. ഹായ്. വിസ്മയുടെ പാരൻസ് ഒക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ വിട്ടുപോയി. പാരൻസ് അവർ 3 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആക്സിഡൻറ്റിൽ ബ്രദറും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ബ്രദറേ ഉള്ളൂ. ആ മൊമെൻറ്റിൽ ഞാൻ റിയലൈസ് ചെയ്തു, എന്നാൽ ഞാൻ പൊക്കോട്ടെ സാർ. എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ കിടക്കുന്ന ചില വേർതിരുകളുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എനിത്തിങ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ആ വ്യക്തിയെക്കുറിച്ച് മാത്രമായിരിക്കണം. ഗുഡ് മോർണിംഗ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുഖത്ത് വിടുന്നില്ല ഒരു പുഞ്ചിരി. വല്ലാത്തൊരു വീഡിയോ അല്ലേ?